വെൽക്കം ഗൈസ്, വെൽക്കം ടു ഇമൂസ് ലെക്ചർ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് P53 ആണ്. ഇതൊരു ട്യൂമർ സപ്രസർ ജീൻ ആണ്. വി ഓൾറെഡി ഹാവ് ടേക്കൺ എ വീഡിയോ ഓൺ P53. അതിൽ RB ജീൻസും ഉണ്ട്, P53 ഉണ്ട്. P53 ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗാർഡിയൻ ഓഫ് സെൽ. ഒരു ഗാർഡിയൻ ആയിട്ട് ആക്ട് ചെയ്യും, ഒരു സെല്ലിന്റെ ഗാർഡിയന്റ്. സെൽസുകൾ ഒരു പരിധി കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാൻ ഒരു ഗാർഡിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് P53. ഒരു പ്രോട്ടീൻ ആണ് P53 എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ ആന്റി ട്യൂമർ ഏജന്റ് എന്നും വിളിക്കുന്നുണ്ട്. സോ നമ്മുടെ നോർമൽ സെല്ലുകളിൽ P53യുടെ എമൗണ്ട് ഈസ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ സെൽസിന് ഒരു DNA ഡാമേജ്, ഒരു ഡാമേജ് ഫോംഡ് ആയി അങ്ങനെ സംഭവിച്ച P53 ക്യാൻ ഇൻക്രീസ്. നല്ല എമൗണ്ടിൽ P53 വളരെ കൂടുതൽ പ്രൊഡ്യൂസ്ഡ് ആവും. സോ P53യുടെ ഫങ്ഷൻസ് നോക്കാം. മെയിൻലി P53ക്ക് 3 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, DNA ഡാമേജ് റിപ്പയർ ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ, അവർ സെൽ സൈക്കിൾ അറസ്റ്റ് ഫോർമേഷൻ നടത്തും. സെൽ സൈക്കിൾ അറസ്റ്റ്. ആൻഡ് ദ തേർഡ്, അവര് അപ്പോപ്റ്റോസിസ് കൊണ്ടുവരും. സോ ഇതാണ് 3 ഫങ്ഷൻസ് ഓഫ് P53. മെയിൻ ആയിട്ട് അവര് ഒന്നെങ്കിൽ അവര് DNA റിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ അവര് സെൽ സൈക്കിൾ അറസ്റ്റ് ചെയ്യും, അതും അല്ലെങ്കിൽ അവർ ആ സെൽസിനെ പ്രോഗ്രാം സെൽ ഡെത്ത് വഴി അല്ലെങ്കിൽ അപ്പോപ്റ്റോസിസ് വഴി കില്ല് ചെയ്യും. സോ ദിസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് P53. ഒരു സെല്ലിൽ ഡാമേജ് നടന്നാലാണ് P53 അളവ് കൂടുകയുള്ളൂ. ആൻഡ് അവർ ഈ 3 ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. നോർമലി നമ്മുടെ സെൽസിന് ഒരു ഡാമേജും ഇല്ല, വളരെ ക്ലിയർ നോർമൽ കണ്ടീഷനിൽ ഇരിക്കുമ്പോ, നോർമൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോ P53യുടെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. സോ ഈ ഒരു കണ്ടീഷനിൽ P53 ഇറ്റ് ഈസ് ബൗണ്ടഡ് വിത്ത് എ പ്രോട്ടീൻ കോൾഡ് MDM2. സോ ദിസ് ഇസ് MDM2. ഈ MDM2ന്റെ കൂടെ ബൈൻഡ് ആയിട്ടായിരിക്കും P53 ഇരിക്കുന്നത്. So P53 which is bound to a protein which is called MDM. So ഇതൊരു inactivated condition ആണ്. Inactivated condition. And ഇവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു സെല്ലില് DNA ഡാമേജ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ ഇവിടെ സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുമ്പോൾ P53ക്ക് MDM2ൽ നിന്ന് റിലീസ്ഡ് ആവണം. സോ MDM2 P53 ഇനാക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. സോ P53യുടെ ഫംഗ്ഷൻ ഇവിടെ ആവശ്യം വന്നു കഴിഞ്ഞു. എപ്പോ സെല്ലിന് ഡാമേജ് ഫോം ചെയ്തു, ഒരു ഡാമേജ് വന്നു. സോ P53 കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല, അവന് ആക്ടിവേറ്റഡ് ആവണം. സോ P53ക്ക് ആക്റ്റീവ് ആവാൻ വേണ്ടി അവിടെ വേറൊരു പ്രോട്ടീൻ ഫോം ചെയ്യുന്നുണ്ട് വിച്ച് ഇസ് കോൾഡ് ATM. സോ ഡാമേജ് നടത്തുമ്പോൾ അവിടെ ആക്ടിവേറ്റ് ആവുന്ന ആളാണ് ATM. ATM ചെന്നിട്ട് ഈ P53നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. സോ ATM ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഫോസ്ഫോറിലേറ്റ്. P53 ഫോസ്ഫോറിലേറ്റ് ആയി കഴിഞ്ഞാൽ MDMന് P53നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ ദേ ഗെറ്റ് റിലീസ് ഓഫ് P53. അവിടുന്ന് P53 റിലീസ് ആയി പോയി ബിക്കോസ് ദേ ഗെറ്റ് ഫോസ്ഫോറിലേറ്റഡ് ബൈ ATM. സോ P53യുടെ ഫംഗ്ഷൻ ഇവിടെ റോൾ ചെയ്യാറായി. ഒന്നെങ്കിൽ അവര് സെൽ ഡാമേജ് റിപ്പയർ ചെയ്യും, അതല്ലെങ്കിൽ അവർക്ക് സെൽ സൈക്കിൾ അറസ്റ്റ് കൊണ്ടുവരും, അല്ലെങ്കിൽ അവര് അപ്പോപ്റ്റോസിസ് കൊണ്ടുവരും. ഇൻ കേസ് അപ്പോപ്റ്റോസിസ് ആണ് കൊണ്ടുവരണമെങ്കിൽ ഇവർക്കൊരു പ്രോട്ടീൻ ഇസ് വെരി റിക്വയർഡ് ആണ്. ഇറ്റ്സ് കോൾഡ് BAX എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ റിക്വയർഡ് ആണ്. ഇൻ കേസ് അവര് സെൽ സൈക്കിൾ അറസ്റ്റ് ആണ് ചെയ്യുന്നെങ്കിൽ അവർക്ക് വേറെ ഒരു പ്രോട്ടീനെയാണ് അവർക്ക് ആക്ടിവേറ്റഡ് ആക്കേണ്ടത്. സോ ആക്ടിവേഷൻ ഓഫ് P53 നമുക്ക് നോക്കാം. So what happened here is that P53 activated ആയ P53 which get bind to the DNA. DNAയിലേക്ക് അവർ പോയി ബൈൻഡ് ചെയ്യും. DNA ബൈൻഡ് ചെയ്തതിന് ശേഷം അവർ mRNA ഫോർമേഷൻ നടത്തും. ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ഫോം ചെയ്യും. mRNA യിൽ നിന്ന് പ്രോട്ടീൻ ഫോർമേഷൻ നടക്കും. This protein is called P21. So ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ P53 go and bind with the WAF1 ജീൻ ഓഫ് ദ DNA. അപ്പോൾ P53 ആദ്യം പോയി ബൈൻഡ് ചെയ്യുന്നത് WAF1 ജീനുമായിട്ടായിരിക്കും. ഒരു പാർട്ട് ഓഫ് ദ DNA യിലുള്ള ഒരു ജീനാണ് WAF1. അങ്ങനെ WAF1
mRNA ഫോംഡ് ആയി. പക്ഷെ ഫോം ചെയ്ത പ്രോട്ടീന്റെ പേര് P21 എന്നാണ്. സോ WAF1 ജീനിൽ നിന്ന് WAF1 RNA ഫോം ചെയ്തു ആൻഡ് P21 പ്രോട്ടീൻ ഫോം ചെയ്തു ബൈ ട്രാൻസ്ലേഷൻ പരിപാടി. അങ്ങനെ P53 P21 ആക്ടിവേറ്റഡ് ആക്കി. സോ ദേ ഗെറ്റ് ആക്ടിവേറ്റ് P21. P21 ഫംഗ്ഷൻ എന്നാന്ന് വെച്ചാ, so now P53 activate P21, and what is the role of the P21 is that they inactivate CDK cycline complex. They inactivate CDK cycline complex. സോ CDK സൈക്ലിൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് CDK വിച്ച് ഇസ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു കൈനേസ് ആണ് വിച്ച് ഇസ് CDK. സൈക്ലിൻ വിച്ച് ഇസ് എ സൈക്ലിൻ പ്രോട്ടീൻ. സോ ഇവര് രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരുടെ CDK തന്നെ റോൾ ചെയ്യില്ല, കളിക്കില്ല. അതുപോലെ സൈക്ലിനും അവരുടെ പരിപാടി തന്നെ ചെയ്യില്ല. ദേ വർക്ക് ദ റോൾ ടുഗെദർ. സോ CDK കൈനേസ് പ്രോപ്പർട്ടി, CDK എന്ന് പറയുന്ന സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് ആണ്. സോ കൈനേസ് ഈസ് ഓൾവേസ് ഗെറ്റ് ഫോസ്ഫോറിലേറ്റിംഗ് അതർ പ്രോട്ടീൻസ്. സോ സെൽ സൈക്കിൾ നിങ്ങൾക്കറിയാം, ദർ ഇസ് 4 ഫേസ് ആണുള്ളത്. G1 ഫേസ് ഉണ്ടാകും, S ഫേസ് ഉണ്ടാകും, G2 ഫേസ് ഉണ്ടാകും, N ഫേസ് ഉണ്ടാകും. G1 ഫേസിലായിരിക്കും ഈ S ഫേസിൽ DNA റെപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. ആ റെപ്ലിക്കേഷന് പ്രിപ്പറേറ്ററി ഫേസ് ആണ് G1 എന്ന് പറയുന്നത്. ആൻഡ് G2 ഫേസ് കഴിയുന്നുണ്ട്, പിന്നെ M ഫേസ് ഉണ്ട്. M എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഫേസ് ആണ്. G2 ഇസ് ദ പ്രിപ്പറേറ്ററി ഫോർ ദ മൈറ്റോട്ടിക് ഫേസ്. സോ ഫസ്റ്റ് G1 DNA ഇവിടെ ഡാമേജ്ഡ് ആയിട്ടുള്ള DNAയിലായിരിക്കും P53 നമ്മുടെ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ DNA ഡാമേജ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ ഈ ഒരു കണ്ടീഷനിൽ അവർ S ഫേസിലേക്ക് പോകുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഫോർ ദ സെൽ. സെല്ലിന് അത്ര നല്ല കാര്യമല്ല നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള DNA ഇപ്പൊ S ഫേസിൽ കയറുക എന്നുള്ളത്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു ആളാണ് CDK സൈക്ലിൻ എന്ന് പറയുന്നത്. G1 S ട്രാൻസിഷന് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ടുള്ള ഒരാളാണ് CDK സൈക്ലിൻ. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ള DNA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡാമേജ്ഡ് DNA ആണ് ഇവിടെ ഉള്ളത്. സോ ഈ ഡാമേജ്ഡ് ആയ DNA സിന്തറ്റിക് ഫേസിൽ പോയാൽ അവരവിടെ റെപ്ലിക്കേഷൻ നടത്തും. അത് ഒരു DNA 2 DNA ആകും. നമുക്കത് ആവശ്യമില്ല. സോ നമുക്ക് ഇവിടെ CDK സൈക്ലിൻ ഇനാക്ടിവേറ്റഡ് ആവണം. സോ ഇനി നമുക്ക് P21ലേക്ക് വരാം. P21 റോൾ എന്തെന്ന് വെച്ചാൽ ഇനാക്ടിവേഷൻ ഓഫ് CDK സൈക്ലിൻ ആണ്. സോ ഈ P21 is get bind with CDK സൈക്ലിൻ. അങ്ങനെ CDK സൈക്ലിന്റെ റോൾ ഇവിടെ ഇനാക്ടിവേറ്റഡ് ആണ്. ഈ CDK സൈക്ലിന് ഒരിക്കലും സോ ദേ കനോട്ട് ഹെൽപ്പ് ഇൻ ദ ട്രാൻസിഷൻ ഓഫ് G1 to S ഫേസ്. അങ്ങനെ ഇവിടെ സെൽ സൈക്കിൾ ഇവിടെ നടക്കത്തില്ല. അതുവഴി സെൽ സൈക്കിൾ ഇവിടെ പ്രിവെന്റഡ് ആയേക്കുവാണ്. സോ അതുവഴി ഈ സെൽ സൈക്കിൾ ഇസ് ഗെറ്റ് അറസ്റ്റഡ്. So this is the one of the function of P53. I have already told you that P53 കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ആ DNA നെ റിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ആ സെൽ സൈക്കിൾ അറസ്റ്റ് കൊണ്ടുവരും, അല്ലെങ്കിൽ അവര് അപ്പോപ്റ്റോസിസ് കൊണ്ടുവരും. സോ ദിസ് ആർ ദ 3 ഫംഗ്ഷൻസ് ഓഫ് P53. അതിലൊരു ഫംഗ്ഷൻ മാത്രമാണ് സെൽ സൈക്കിൾ അറസ്റ്റ്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്ന ഫാക്ടറാണ് P21 എന്നുള്ളത്. So P53 actually doing is that they activate P21, അതുവഴി inactivate CDK cycline complex, അതുവഴി അവര് which inhibit the transition of G1 to S phase, and അതുവഴി അവര് cell cycle is get arrested ആയി മാറിയേക്കുവാണ്. അതുവഴി സോ നമ്മുടെ സെല്ലിനകത്ത് ഒരു ഡാമേജ് അല്ലെങ്കിൽ സെൽ സൈക്കിൾ അബ്നോർമാലിറ്റീസ് ഒക്കെ വന്നാൽ MDM2-ലിരിക്കുന്ന P53 ആക്ടിവേറ്റഡ് ആക്കും. സോ ദേ സെൽ സൈക്കിൾ അറസ്റ്റ് ചെയ്യും, റിപ്പയർ നടത്തും, അല്ലെങ്കിൽ സെൽ സൈക്കിൾ റീസ്റ്റാർട്ട് ചെയ്യും, അതല്ലെങ്കിൽ അവർ അപ്പോപ്റ്റോസിസിലോട്ട് പോകും. നമ്മുടെ സെല്ല് ഡാമേജ് നടക്കുമ്പോൾ, DNA ഡാമേജ് നടക്കുമ്പോൾ അവിടെ ATM ഉണ്ടാകും. ATM P53 ഫോസ്ഫോറിലേറ്റ് ചെയ്തു. അങ്ങനെ കുറേ P53കൾ DNA-യിലോട്ട് പോയി. DNA-യിൽ വെച്ചിട്ട് അവർ P21 എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഫോം ചെയ്തു. ആൻഡ് P21 എന്ത് ചെയ്തു? CDK സൈക്ലിൻ കോംപ്ലക്സുകളെ ഇനാക്ടിവേഷൻ നടത്തി. അങ്ങനെ അവർ G1 S ഫേസ് ട്രാൻസിഷൻ ബ്ലോക്ക്ഡ് ആയി. വേറൊരു ഫംഗ്ഷൻ P53 get bind to Bax protein which is on the surface of the ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. നമ്മുടെ ഔട്ടർ മൈറ്റോകോൺഡ്രിയലിന്റെ മെംബ്രെയിനിൽ ഒരു ബാക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഉണ്ടാകും. സോ ഈ ബാക്സിനെ പോയി P53 ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അപ്പോപ്റ്റിക് ഫാക്ടേഴ്സ്, നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടാകും. സോ ആ ഫാക്ടേഴ്സിനെ മൈറ്റോകോൺഡ്രിയലിൽ നിന്ന് റിലീസ് ചെയ്യും. ആ ഫാക്ടേഴ്സ് വഴി അപ്പോപ്റ്റോസിസ് ലീഡ് ടു
apoptosis. So അങ്ങനെ apoptosis നടക്കും. So that's what happened when p53 bind to Bax protein, and when p53 bind to p21, it gets arrest the cell cycle. So that's on the topic p53. So if you like this video, please like, share and subscribe, and thank you for watching.